ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു പലഹാരം ഉണ്ടാക്കി കൊടുത്താലോ? ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന നല്ല പഴമൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചരിയിലാണ് കേട്ടോ. 1 കപ്പ് പച്ചരി ഒരു 2 മണിക്കൂർ നേരത്തോളം കുതിർത്ത് നമുക്കതിനെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു 3-4 ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 300 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് അതിൽ നിന്നൊരു 1/4 കപ്പ് ശർക്കര പാനിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ പച്ചരിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒരു നേന്ത്രപ്പഴം, അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴമാണ് കേട്ടോ, അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്നിട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 3-4 കാഷ്യൂ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. എന്നിട്ട് അതേ ബാക്കിയുള്ള എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് ഈ പഴത്തിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കുക. അത്രേ ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് നേരം ഇട്ട് വഴറ്റി അതിനെ ഉടച്ചെടുക്കാൻ പാടില്ല. ജസ്റ്റ് ആ പഴത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നത് വരെ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട കെട്ടി കിടക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമുണ്ടല്ലോ അതിനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഴത്തിന് ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ മിക്സിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ബാക്കിയുള്ള നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ആവി വന്നുകൊണ്ടിരിക്കുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 35 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായിട്ടുണ്ടാവും. ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ 35 മിനിറ്റ് ആയപ്പോഴേക്കും കുക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നമ്മൾ നെയ്യ് തേച്ചിട്ടാണ് ബാറ്റർ ഒഴിച്ചതെന്നുള്ളത് കൊണ്ട് അതിൽ പറ്റി പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കലത്തപ്പത്തിന് വെള്ളം ചേർക്കുന്നത് പോലെ ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ആ 1/4 കപ്പ് ശർക്കരപ്പാനിയിൽ മാത്രമാണ് നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും, വല്ലാത്തൊരവസ്ഥയായിത്തീരും. അത് ശ്രദ്ധിച്ചോളുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരമാണ്. ആവിയിൽ വേവിച്ചെടുത്തതായതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് സന്തോഷത്തോടുകൂടി കൊടുക്കാനും പറ്റും. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.